നമസ്കാരം. 18 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കിയതിന്റെ വിജയമധുരം നിമിഷങ്ങൾക്കുള്ളിൽ സങ്കടക്കടലായി മാറുന്ന കാഴ്ചയ്ക്കാണ് ബുധനാഴ്ച വൈകിട്ട് ബംഗളൂരു നഗരം സാക്ഷിയായത്. മുൻപ് 3 തവണ ഫൈനൽ കളിച്ചപ്പോഴും നഷ്ടമായ വിജയം വിരാട് കോഹ്ലിക്ക് വേണ്ടി RCB നേടിയപ്പോൾ ആരാധകർ എല്ലാം മറന്ന് അത് ആഘോഷിക്കാനായിരുന്നു ബംഗളൂരു നഗരത്തിൽ തടിച്ചുകൂടിയത്. എന്നാൽ മണിക്കൂറുകൾക്കിപ്പുറം അവരെ കാത്തിരുന്നത് രാജ്യത്തിന്റെ കായിക ചരിത്രത്തിലെ തന്നെ ദുരന്ത വാർത്തകളിൽ ഒന്നിനാണ്. കൃത്യമായ ആസൂത്രണമില്ലായ്മയാണ് വൻ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടതെന്ന് വ്യക്തം. ദുരന്തത്തെ ചൊല്ലി രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർന്നതോടെ വിശദീകരണവുമായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നേരിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. അപകടത്തിൽ കർണാടക സർക്കാർ മജിസ്ട്രേറ്റിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും ധനസഹായം നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ 18 വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ സ്വപ്ന സാക്ഷാത്കാരമായി RCBക്ക് കിട്ടിയ IPL കിരീടം ആരാണ് കണ്ണീരിൽ മുക്കിയതെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയാണ് അഹമ്മദാബാദിൽ RCB IPL കിരീടം ഉറപ്പിച്ചത്. തൊട്ടടുത്ത ദിവസം തന്നെ ബംഗളൂരു നഗരത്തിൽ ടീമിനെ എത്തിച്ച ഫ്രാഞ്ചൈസി അന്ന് തന്നെ സ്വീകരണവും വൻ ആഘോഷ പരിപാടികളും നടത്താനും തിടുക്കം കാട്ടി. അവസാന നിമിഷമാണ് വിധാൻ സൗധം മുതൽ ചിന്നസ്വാമി സ്റ്റേഡിയം വരെ ടീമിന്റെ വിക്ടറി പരേഡിന് സർക്കാർ അനുമതി നൽകുന്നത്. പക്ഷേ അതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ നഗരത്തിലേക്ക് ആരാധകരുടെ ഒഴുക്ക് തുടങ്ങിയിരുന്നു. 2 മുതൽ 3 ലക്ഷം വരെ ആരാധകർ ബുധനാഴ്ച ബംഗളൂരു നഗരത്തിലും ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ പരിസരത്തുമായി തടിച്ചുകൂടിയതായിട്ടാണ് കർണാടക സർക്കാർ നൽകുന്ന വിശദീകരണം. ഇവരെ നിയന്ത്രിക്കാൻ നഗരത്തിലുണ്ടായിരുന്നത് 5000-ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം. ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രം സ്റ്റേഡിയത്തിൽ പ്രവേശനമെന്ന് ക്ലബ്ബ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ ടിക്കറ്റ് ഇല്ലാതിരുന്നിട്ടും സ്റ്റേഡിയത്തിൽ കയറി പറ്റാമെന്ന പ്രതീക്ഷയിലായിരുന്നു ബഹുഭൂരിപക്ഷം ആരാധകരും ചിന്നസ്വാമിയിലെത്തിയത്. സ്റ്റേഡിയം ഗേറ്റുകളിൽ ആരാധകർ ഉന്തും തള്ളും സൃഷ്ടിച്ചതോടെ പലപ്പോഴും പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. മഴ കൂടി എത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. വിക്ടറി പരേഡ് തീരുമാനിച്ചിരുന്ന റോഡുകൾക്കിരുവശങ്ങളിലും ആരാധകർ തിക്കി തിരക്കി. താഴെ വീണവർ ചവിട്ടേറ്റ് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടിയതോടെ ആരാധകർ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. രക്ഷാപ്രവർത്തനത്തിന് വലിയ ജനക്കൂട്ടത്തെ നീക്കേണ്ടതും വെല്ലുവിളിയായി. IPLൽ കിരീട ജേതാക്കളായ ടീമുകൾ എത്രയോ തവണ വിജയാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര വലിയ സുരക്ഷാ പ്രശ്നങ്ങളും അപകടങ്ങളും സംഭവിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. 2024-ൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം T20 ലോകകപ്പ് വിജയിച്ചപ്പോൾ ഇതിലും വലിയ വിക്ടറി പരേഡിന് മുംബൈ നഗരം സാക്ഷിയായിട്ടുണ്ട്. അന്ന് രോഹിത് ശർമ്മയും സംഘവും ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വീതിയിലൂടെ ഇതിലും വലിയ ആഘോഷ പരിപാടിയുമായി അനായാസം മുന്നോട്ട് പോയി. ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളെ കാണാൻ ലക്ഷങ്ങളാണ് അന്ന് മുംബൈ നഗരത്തിലേക്ക് ഇരച്ചെത്തിയത്. അന്നും സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും സംഭവിച്ചിരുന്നില്ല. ബംഗളൂരുവിൽ അപകടമുണ്ടായതോടെ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാക്കാതെ വിക്ടറി പരേഡ് റദ്ദാക്കുകയാണ് സംഘാടകർ ആദ്യം ചെയ്തത്. ടീമിന്റെ ബസ്സിൽ താരങ്ങളെ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോയി. താരങ്ങളുടെ സുരക്ഷ കൂടി പരിഗണിച്ചായിരുന്നു ഈ തീരുമാനം. സ്റ്റേഡിയത്തിന് പുറത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് സംഘാടകർക്ക് അറിവുണ്ടായിരുന്നില്ലെന്ന് IPL ചെയർമാൻ അരുൺ ധുമാൽ തന്നെ വ്യക്തമാക്കിയതോടെ വരും ദിവസങ്ങളിൽ ഫ്രാഞ്ചൈസി ഉത്തരം പറയേണ്ടി വരുമെന്ന് ഉറപ്പ്. RCBക്ക് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നൽകിയ സ്വീകരണത്തിന്റെ പ്രധാന സംഘാടകർ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ആയിരുന്നു. വിധാൻ സൗദയിലെ സ്വീകരണത്തിന് ശേഷം തുറന്ന ബസ്സിൽ ടീം വിക്ടറി പരേഡ് നടത്തുമെന്നായിരുന്നു KCAയുടെ പ്രഖ്യാപനം. എന്നാൽ അത്തരമൊരു വലിയ പരിപാടിക്ക് സുരക്ഷാ സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്നും പരേഡ് ഒഴിവാക്കണമെന്നും പോലീസ് KCA ഭാരവാഹികളെ അറിയിച്ചിരുന്നതായിട്ടാണ് വിവരം. പരേഡ് ഉണ്ടാവില്ലെന്ന് പോലീസ് അറിയിപ്പും പുറത്തിറക്കിയിരുന്നു. പിന്നാലെ പരേഡ് ഒഴിവാക്കില്ലെന്നും KCAയും RCBയും അറിയിച്ചു. പരേഡ് കാണാൻ 10,000-ങ്ങളാണ് സ്റ്റേഡിയത്തിന് പരിസരത്തെത്തിയത്. തിക്കും തിരക്കും ഉണ്ടായപ്പോൾ അവിടെ വിന്യസിച്ചിരുന്ന 5000 പോലീസുകാർക്ക് സ്ഥിതി നിയന്ത്രിക്കാനാകാതെ വന്നു. പോലീസിന്റെ മുന്നറിയിപ്പ് KCA അവഗണിച്ചതാണ് ഇതിന് കാരണമായതെന്നും വിമർശനങ്ങളുണ്ട്. കർണാടക സർക്കാർ വിധാൻ സൗദയിൽ ക്രിക്കറ്റ് ടീമിന് ഔദ്യോഗിക സ്വീകരണം ഒരുക്കിയിരുന്നു. അതിനുശേഷം ടീം തുറന്ന ബസ്സിൽ സ്റ്റേഡിയത്തിലേക്ക് വരുമെന്നായിരുന്നു കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ അറിയിപ്പ്. സുരക്ഷാ സംവിധാനങ്ങളിലെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടി പോലീസ് ഇതിനെ എതിർത്തെങ്കിലും പരിപാടി നടത്താനായിരുന്നു അസോസിയേഷന്റെ തീരുമാനം. തിരക്ക് നിയന്ത്രിക്കാനാകാതെ വന്നതോടെ വിധാൻ സൗദയിലെ പരിപാടി വേഗം അവസാനിപ്പിച്ച ക്രിക്കറ്റ് താരങ്ങൾ സ്റ്റേഡിയത്തിലെത്തി. അപ്പോഴേക്കും സ്റ്റേഡിയത്തിലെ തിരക്ക് വൻതോതിൽ വർദ്ധിച്ചു. സ്റ്റേഡിയത്തിനകത്തേക്ക് കയറാൻ പ്രവേശന കവാടങ്ങളിൽ ഉന്തും തള്ളുമുണ്ടായി. പാസ് ഉള്ളവർക്കായിരുന്നു സ്റ്റേഡിയത്തിൽ പ്രവേശനം. ഒരു ഗേറ്റിലൂടെ മാത്രമാണ് ആളുകളെ അകത്തേക്ക് കടത്തിയതെന്നാണ് വിവരം. ഇതും തിരക്കിന് കാരണമായി. ടീമിനെ കാണാൻ സ്റ്റേഡിയത്തിന് സമീപത്തെ മരങ്ങളിലും വാഹനങ്ങൾക്ക് മുകളിലും ആളുകൾ കയറി. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് പണിപ്പെട്ടു. അതിനിടെ നിലത്ത് വീണവർക്ക് തിരക്കിൽ എഴുന്നേൽക്കാനായില്ല. അവർക്ക് ആൾക്കൂട്ടത്തിന്റെ ചവിട്ടേറ്റു. നിലവിളി ഉയർന്നതോടെ ആളുകൾ പരിഭ്രാന്തരായി ഓടാൻ ശ്രമിച്ചത് കൂടുതൽ തിരക്കിനും കാരണമായി.